ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സേതുവും അതുപോലെ തന്നെ നമ്മുടെ ഹരിയും കൂടി നേരെ പൊന്നുമടത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഹരിയില്ലാതെ പോകില്ലെന്നുള്ള ഉറച്ച വാശിയിൽ തന്നെയാണ് നമ്മുടെ സേതു നിൽക്കുന്നത്. കാരണം സേതുവിനൊരു പേടിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ സേതു ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഹരിയാണെങ്കിൽ അകത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുവാണ്. എന്തായാലും സേതുവേട്ടൻ പൊന്നുമടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും സേതുവേട്ടനെ ഇനി പുറത്തേക്ക് കിട്ടും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സേതുവേട്ടൻ്റെ ഈ ഒരു ദേഷ്യവും ഈ ഒരു ഇതെല്ലാം മാറ്റാനായിട്ട് സേതുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സേതുവേട്ടൻ്റെ ഈ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അകറ്റാനായിട്ട് ഇപ്പോൾ പല്ലവി ചേച്ചിയെ കൊണ്ടേ കഴിയും. പല്ലവി ചേച്ചി വന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. നമ്മുടെ ഹരി അവിടെ നിന്ന് അങ്ങനെ ചിന്തിക്കുന്നു. അപ്പോഴും ഹരി വരുന്നത് നോക്കി നമ്മുടെ സേതു പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഓർക്കണേ. എന്തായാലും കിട്ടിയ അവസരം അത് മാക്സിമം അങ്ങ് മുതലെടുക്കാനായിട്ട് തന്നെ നമ്മുടെ ഹരി തീരുമാനിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് പല്ലവിയെ വിളിച്ചിട്ട് പല്ലവിയോട് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറയാം. അപ്പോൾ എന്താ കാര്യമെന്ന് പല്ലവി ചോദിച്ചപ്പം അതൊക്കെ പല്ലവി ചേച്ചി വന്നിട്ട് പറയാം, ഇപ്പോൾ അതൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ചേച്ചി വേഗം ഒന്നും ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് നമ്മുടെ ഹരി പറഞ്ഞു. ഹരി പറഞ്ഞത് കേട്ടില്ല. ആ ഒരു കേട്ട പാതി കേൾക്കാത്ത പാതി ഇതേ നമ്മുടെ പല്ലവി പറന്ന് വീട്ടിലേക്ക് എത്തുകയാണ്. ഹരി അന്നേരത്തേക്കും അവിടെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. സേതു ആണെങ്കിൽ ഹരി വരുന്നത് നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ യാദർശികമായിട്ടാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതു ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കും. ഈശ്വര, ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള. അപ്പോൾ ഊണിലും ഉറക്കത്തിൽ എപ്പോഴും ഏട്ടൻ്റെ മനസ്സിൽ ചേച്ചി തന്നെ വേണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് നമ്മുടെ ഹരി ഇങ്ങനെ വിളിച്ചു വരുത്തുന്നതും ഈ സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നതും. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കും എന്നുള്ളത് നമ്മുടെ ഹരി മുൻകൂട്ടി തന്നെ കണ്ടു. എന്തായാലും നമ്മുടെ പല്ലവി വന്നു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ സേതു ഇങ്ങനെ അവിടെ ഉമ്മറത്തിരിപ്പുണ്ട്. അപ്പോൾ സേതു ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവിക്കും ആകെ ഒരു ടെൻഷൻ, സേതുവേട്ടൻ എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ സേതുവേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടാണ് പല്ലവി ഓടി കയറി വരുന്നത്. അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ സേതുവേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്താ വീട്ടിൽ നിന്ന് പോകുന്നത്, എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതൊന്നുമല്ല, ഞാൻ വിളിച്ചിട്ട് എന്നെ ഫോൺ എടുക്കാതിരുന്നതെന്നൊക്കെ ചോദിക്കുക പല്ലവി ഇങ്ങനെ തുരുതുരാന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സേതുവിനാണെന്നുണ്ടെങ്കിൽ ഒന്നും കൃത്യമായിട്ട് മറുപടി പറയാനും പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് അങ്ങനെ കിടക്കുക. അപ്പോൾ എന്താ സേതുവേട്ടാ എന്നൊരു 100 വട്ടമെങ്കിലും നമ്മുടെ പല്ലവി ചോദിച്ചു കാണും. പല്ലവി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സേതു അത് പിന്നെ ഞാൻ ഹരിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ പൊന്നുമടത്തിലേക്കെന്ന് പറഞ്ഞു. ഹരിയെ എന്തിനാ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പം അവിടെ എനിക്ക് തനിയെ നിൽക്കാൻ ഒരു ഇഷ്ടക്കുറവ്, അതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും സേതുവേട്ടനെടുത്ത ഈ തീരുമാനം അത് വളരെ നല്ല തീരുമാനം തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്തായാലും സേതുവേട്ടൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചല്ലോ, അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം നടത്താൻ തന്നെ തീരുമാനിച്ചല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ പല്ലവിയും പറഞ്ഞു. എന്തായാലും കുറേ കഴിഞ്ഞു. അപ്പോൾ പല്ലവി അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഹരി ഒന്നും അറിയാത്തതുപോലെ വന്ന് നിന്ന് കാണും. അപ്പോൾ ഹരി ചോദിച്ചു, അല്ല ആരാ ഇത്, പല്ലവി ചേച്ചി എപ്പോഴാണ് വന്നത്? ഏതായാലും പല്ലവി ചേച്ചി ഇപ്പോൾ വന്നത് നന്നായി കേട്ടോ, ഞങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പല്ലവി പറയാം. ഇനിയിപ്പം ഞങ്ങൾ പൊന്നുമടത്തിലായിരിക്കേ, അപ്പോൾ പിന്നെ പല്ലവി ചേച്ചിക്ക് എപ്പോഴും ഒന്നും കയറി വരാനൊന്നും പറ്റത്തില്ലല്ലോ, അങ്ങനെ ഞാൻ സേതുവേട്ടനെ കാണാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വന്നത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരി പറയാം. നീ നിന്ന് സംസാരിക്കാതെ വരാൻ നോക്കടാന്ന് പറഞ്ഞുകൊണ്ട് ഹരിയെ ദേഷ്യപ്പെട്ട് കൊണ്ടുപോകാൻ നോക്കുവാണ് നമ്മുടെ സേതു. അത് കഴിഞ്ഞ് സേതുവും പല്ലവിയൊക്കെ യാത്ര പറഞ്ഞു. അപ്പോൾ കാണാം, സംസാരിക്കാം, ഇതൊക്കെ പറഞ്ഞിട്ടങ്ങ് ഇവരങ്ങ് പോണു. അപ്പോൾ നമ്മുടെ പല്ലവിയും കൂട്ടി എന്നിട്ട് പല്ലവിയെ വീട്ടിൽ ഇറക്കി വിട്ടാൽ മതിയല്ലോ, അങ്ങനെ ഒരു അപ്പോൾ ഈ പല്ലവിയും സേതുവും തമ്മിലുള്ള ഈ അടുപ്പവും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് നമ്മുടെ പൊന്നമ്മ എന്ന് പറയുന്ന ബ്രോക്കർ ചേച്ചി. പൊന്നമ്മ ചേച്ചി എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ പല്ലവിക്ക് പുതിയൊരു കല്യാണാലോചനയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം കൊണ്ടുവന്ന ചെക്കൻ വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സേതു തന്നെയായിരുന്നു. സേതുവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ സേതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ മാഷിനോടും അതുപോലെ തന്നെ ശോഭയോടൊക്കെ പറഞ്ഞു. അവർക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ നേരത്തെ തൊട്ട് തന്നെ സേതുവിനെ അറിയാമല്ലോ, അപ്പോൾ സേതു കുഴപ്പക്കാരനല്ലെന്നും അവർക്കറിയാം, അതുകൊണ്ട് മകൾക്ക് പറ്റിയൊരു ചെറുക്കനായിരിക്കും എന്നും അവർക്ക് തോന്നി. അങ്ങനെ സേതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോളെക്കുറിച്ച് ഇപ്പോൾ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ മോൾക്ക് സംരക്ഷകനാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളായിട്ടാണ് തനിക്ക് സേതുവിനെ തോന്നിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ സേതുവുമായിട്ടുള്ള ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അത് മോളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമായിരിക്കുമെന്നും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ
മുകുന്ദ മാഷിനാണെങ്കിലും ശോഭച്ചേച്ചിക്കൊക്കെ ആണെങ്കിലും സന്തോഷം. അപ്പോൾ മോളുടെ ജീവിതം അത് സേഫ് ആകുമല്ലോ എന്നുള്ളൊരിതാണ് അവർ കണക്ക് കൂട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലവി വരുമോ, വീട്ടിലോട്ട് കയറി വരുമോ. അപ്പോൾ ഇവരവിടെ ഉണ്ട്. ഇവരെ കണ്ടപ്പോഴത്തേക്കും പല്ലവി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോയപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നീ അവിടെ ഒന്ന് നിന്നേ, ദേ പൊന്നമ്മ ചേച്ചി നിനക്ക് നല്ലൊരു ആലോചനയായിട്ടാണ് വന്നിരിക്കുന്നത്, നീ ചെറുക്കൻ്റെ ഫോട്ടോ ഒന്ന് നോക്കിക്കുകയെന്ന് പറഞ്ഞ് കയ്യിലേക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. കയ്യിലേക്ക് എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും പല്ലവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് പല്ലവി അത് മുഖത്തേക്ക് ആ ഫോട്ടോ എങ്ങനെയാണെന്നോ ആരാണെന്ന് പോലും നോക്കിയില്ല, അങ്ങനെ തന്നെ വലിച്ച് കീറിയിട്ട് എറിഞ്ഞിട്ട് നേരെ പൊന്നമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ എനിക്കിപ്പോൾ വേണ്ടത് ഒരു കല്യാണമല്ല, മറിച്ച് എനിക്കിപ്പോൾ വേണ്ടത് ഒരു ജോലിയാണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? അങ്ങനെ എനിക്കൊരു ജോലി സംഘടിപ്പിച്ച് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇനി കല്യാണക്കാരുമായിട്ട് നിങ്ങൾ പരിസരത്ത് കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ ദേഷ്യപ്പെട്ടു. പല്ലവി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ അപ്പോൾ പാറുവിനും ആകെതായിക്കോട്ടോ. പാറുവിനറിയാലോ കാര്യങ്ങൾ. പാറു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. മോളെ നീ ഇത് എന്തറിഞ്ഞിട്ടാണെന്നും ചോദിച്ചുകൊണ്ട് നേരം ശോഭച്ചേച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഇനി ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഒരു കല്യാണം കൊണ്ട് തന്നെ എനിക്ക് മതിയായതാ, ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് വേണ്ടത് കല്യാണമല്ല, മറിച്ച് ഒരു ജോലിയാണ്, അതാണ് എനിക്ക് അത്യാവശ്യം. ആ ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ പല്ലവി ഇനി എന്തിലേക്ക് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഇങ്ങനെ പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് അങ്ങനെ കയറി പല്ലവി റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പം സാരമില്ല, മോളെന്തായാലും ആളാരാണെന്നോ എന്താണെന്നൊന്നും കണ്ടില്ലല്ലോ, അതിൻ്റെ പ്രശ്നമാണ്, ഒക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞു പൊന്നമ്മ ചേച്ചി അവിടെ നിന്ന് പോവുക. അത് കഴിഞ്ഞിട്ട് ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ സേതുവും അതുപോലെ ഹരിയും കൂടി നേരെ പൊന്നുമടത്തിലെത്തി. അവിടെ ഹരിയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ആരാ എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നല്ലോ. അപ്പോൾ പൂർണ്ണിമയോട് ചെന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ കൂട്ടുകാരനാണ്, ഹരി എന്നാണ് പേര്, അവൻ ഇനി എന്നോടൊപ്പം ഞാനിവിടെ ഉള്ളിടത്തോളം ദിവസം ഇവിടെ കാണുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെങ്ങന്മാർ സമ്മതിക്കുന്നില്ല, ഭയങ്കര ഉടക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ പൂർണ്ണിമ പറഞ്ഞത്, മക്കളെ നിങ്ങൾ വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്, എന്തായാലും അവൻ ഇവിടെ ഉള്ളിടത്തോളം, അതായത് സേതു ഇവിടെ നിൽക്കുന്നിടത്തോളം ദിവസം അവൻ്റെ കൂട്ടുകാരനും ഇവിടെ നിന്നോട്ടെ, പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ഒരു കണ്ണ് അവൻ്റെ മേലുണ്ടാവണം, എങ്ങനെയുള്ളവനാണ്, ഏത് തരക്കാരനാണ്, ഇതൊന്നും നമുക്കറിയില്ല എന്ന് പറഞ്ഞപ്പം അയാളുടെ അല്ലേ കൂട്ടുകാരൻ, ഒട്ടും നന്നാവാൻ വഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് മൃദു നേരത്തേക്കും പറയാം. അങ്ങനെ ആരെയും അടച്ച് ആക്ഷേപിക്കരുത്, ആരെയും വില കുറച്ച് കാണരുതെന്നൊക്കെ പറഞ്ഞ് അമ്മ മോക്ക് കുറേ ഉപദേശങ്ങളും കൊടുത്തു. ഒരു ഉപദേശത്തിനും ഒരു ഗുണവും ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹരിക്കാണെങ്കിൽ ഈ പൊന്നുമടം വലിയ വീടാണല്ലോ, അവിടെ കയറാനോ അല്ലെങ്കിൽ അവിടെ കയറി ഇരിക്കാനോ ഒക്കെ ഒരു പേടി. അപ്പോൾ ആ പാവം ഇങ്ങനെ അതിലേക്ക് നടക്കുമ്പോഴത്തേക്കും മൃദുവും അതുപോലെ തന്നെ സ്വാതിയും കൂടെ ചെല്ലും അതിനെ ഭീഷണിപ്പെടുത്താനായിട്ട്. അങ്ങനെ ഹരിയെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർക്ക് നമ്മുടെ ഹരി അവിടെ നിന്ന് ഓടിച്ചു വിടണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടെണ്ണങ്ങളും കൂടെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സേതു രണ്ടും കൽപ്പിച്ച് തന്നെ പുതിയ തീരുമാനങ്ങളുമായിട്ട് പൊന്നുമടത്തിലേക്ക് എത്തുമ്പോൾ ശത്രുവായ പ്രതാപനും അതുപോലെ മൃദു അങ്ങനെ കുറേ പേരുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തായാലും അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സേതുവിൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം വെച്ച് സേതു ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. താങ്ക് യു. ടേക്ക് കെയർ, ബൈ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.